എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും അതുപോലെ ചെറിയ ചെറിയ കിച്ചൺ ടിപ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാചകമൊന്നുമില്ല, ഇന്ന് ഇതാണേ കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യുന്നത്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, കാരണം അതിനകത്ത് സാധനങ്ങളൊക്കെ ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്കിനി അത് ക്ലീൻ ചെയ്തിട്ട് ഇനി സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അത് വെക്കാനായിട്ടാണേ. അപ്പോഴത്തേനും ഞാനിത് ക്ലീൻ ചെയ്യുന്ന സാധാരണ വിനാഗിരി വെള്ളത്തിലൊഴിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഈ മീനൊക്കെ വെച്ച മണവും അതുപോലെ തന്നെ കറികളുടെ പച്ചക്കറിയുടെയൊക്കെ സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ് ഈ വിനാഗിരി ഒഴിച്ച് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ് നാരങ്ങാനീര് ഒഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ എനിക്ക് ഒന്നുകൂടെ കൂടുതൽ നല്ലതായിട്ട് തോന്നിയിരിക്കും നാരങ്ങാനീരിനേക്കാളും വിനാഗിരി ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേനാണ് നല്ല കളറും കിട്ടും. അപ്പോൾ ഫ്രീസർ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ അതിനകത്ത് ആ പാത്രമൊക്കെ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര കട്ടിയാണ്. കുറച്ച് നാളായതേ ഉള്ളൂ വാങ്ങിച്ചിട്ട്. അതിൻ്റെ ഇതൊന്ന് ഇതുവരെ ഞാനൊന്ന് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് അതൊന്ന് ഊരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇനിയിപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടനെ കൊണ്ടൊന്ന് നോക്കിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഞാനത് വലിച്ച് കുറച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ പൊട്ടിപ്പോയെങ്കിൽ പിന്നെ അതിനും വഴക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇത് പുറമേയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അകത്തെ ആ ഇതൊന്നും എടുക്കാതെയാണ് ഞാൻ ക്ലീൻ ചെയ്തത്. പിന്നെ അതിന് ശേഷം പുറവും ഇതുപോലെ തന്നെ ഒന്ന് തുടയ്ക്കുന്നുണ്ടേ. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം പത്രപ്പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഇട്ടൊന്ന് തുടയ്ക്കുവാണെങ്കിൽ നല്ലതായിട്ടത് പാടൊക്കെ മാറി നല്ല തിളക്കം കിട്ടും അതിൻ്റെ പുറത്തൊക്കെ. അതിന് ശേഷം പിന്നെ ഞാൻ താഴത്തെ ഭാഗം ഒന്ന് തുടയ്ക്കുവാണ്. ഫ്രീസറാണ് ആദ്യം തുടച്ചതിന് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പച്ചക്കറിയൊക്കെ വെക്കുന്നത്, അതുപോലെ തന്നെ ഈ ആഹാര സാധനങ്ങളൊക്കെ മിച്ചം വരുന്നതൊക്കെ വെക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് തുടയ്ക്കുവാണ്. കാരണം അവിടെയൊക്കെ നമ്മൾ കറിയൊക്കെ ചിലപ്പം വെക്കുമ്പോൾ അറിയാതെയൊക്കെ അതിൻ്റെ അംശങ്ങളൊക്കെ പറ്റിയിരിക്കും. അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമൊക്കെ എടുത്തൊന്ന് കഴുകണം. അതിനകത്തൊക്കെ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ആയിട്ടേ തുടയ്ക്കാറുള്ളൂ. കാരണം സാധനം കൊണ്ടുവരുമ്പോൾ അങ്ങ് വെച്ചേക്കും. പിന്നെ അതെടുത്ത് മാറ്റാനുള്ള മടി കാരണം ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ഉച്ച വരത്തെ പണിയാണ് ഇതൊന്ന് തുടച്ച് അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പറ്റി അന്നേരം തന്നെ തുണി കൊണ്ടൊന്നും തുടയ്ക്കുന്നതല്ല. മൊത്തത്തിലുള്ള ക്ലീനിങ് ഒക്കെ മാസത്തിലൊരു പ്രാവശ്യം ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനകമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ വെക്കുന്ന ട്രേ ഒക്കെ ഒന്ന് കഴുകിയെടുക്കണം. അത് വെളിയിലോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ട് അതിനകത്തൊക്കെ അഴുക്കൊക്കെ ഉണ്ട്. അതൊന്ന് വെള്ളം ഒഴിച്ച് പൈപ്പിനകത്ത് തന്നെ കഴുകിയിട്ട് തുടച്ച് നമുക്കതിനകത്ത് വെക്കാവേ. പിന്നെ മുകളിലത്തെ ഇത് കണ്ടോ, ഇതുപോലത്തെ ഈ ട്രേ പോലത്തെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, അത് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതിന് സൈഡിലൊക്കെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. മുമ്പേ ഞാൻ ഫ്രീസറിനകത്ത് ഒരു ട്രേ ഉണ്ടായിരുന്നു, ഇതുപോലെ ഇളക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ താഴത്ത് ഞാനൊന്ന് നോക്കിയതാണ് ഇനി എങ്ങനെയാണ് ഇതൊക്കെ നോക്കി പ്രസ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ലേ. ഇനി ഞാൻ ഇത് വലിച്ച് പറിച്ച് പൊട്ടിച്ച് കളയണ്ടല്ലോ എന്നോർത്ത് പിന്നെ ഞാൻ അതവിടെ തന്നെ വെച്ചതിന് ശേഷം അവിടെ നനഞ്ഞ തുണി കൊണ്ട് അതിനകമെല്ലാം ഒന്ന് തുടച്ചെടുക്കുവാണേ. ഇത് നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ട് തുടച്ചതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം, നല്ലതാണ്. നമ്മുടെ ആ പിന്നെ ഉള്ള ചെളികളൊക്കെ തുണിയിലെ വല്ല പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോരെങ്കിൽ ഇതിനകത്ത് വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിച്ച് അറിയുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച സൈഡും അതിൻ്റെ ആ റബ്ബറൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്, മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുവാണ്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ പെറുക്കി വെക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഉണങ്ങുന്നിടം വരെ ഇങ്ങനെ തുറന്നിടണം. ഇത് ടിഷ്യൂ പേപ്പർ വെച്ചാകുമ്പോൾ ആ വെള്ളമെല്ലാം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെറുക്കി വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം സാധനങ്ങളൊക്കെ ഡോറയിൽ ഇങ്ങനെ വെക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുവാണ്. അപ്പോൾ ആദ്യം അതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെയാണ് ഈ വെക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം തീർന്നിരിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പിലിട്ട കാന്താരിയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ വെച്ച് കൊടുത്തത്. പിന്നെ അതിന് ശേഷം താഴത്തെ ട്രേ എല്ലാം ഞാൻ കഴുകിയെടുത്ത് തുടച്ചൊക്കെ അത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മാളിൽ നിന്ന് ഇങ്ങനെ കവറിനകത്ത് പ്ലാസ്റ്റിക് കവറിനകത്താണ് ഇട്ട് തരുന്നത്. അതുപോലെ തന്നെ ഞാൻ അങ്ങ് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അഴുക്കായി പോവും. പ്ലാസ്റ്റിക് കവറിനകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ചീത്തയാകത്തില്ല. അതുപോലെ തന്നെ ഞാൻ അങ്ങ് വെക്കത്തേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കഴുകി പെറുക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അത് ചീത്തയാകും. ഇതേപോലെ ആകുമ്പോഴത്തേന് നമുക്ക് ആവശ്യമുള്ള ഓരോന്നെടുത്ത് കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പം നല്ലതായിട്ട് പ്ലാസ്റ്റിക്കിനകത്ത് കവർ ചെയ്തും ഇരിക്കും. പിന്നെ ചീര മേടിച്ചാൽ പച്ചച്ചീരയെ അതും ഇതുപോലെ തന്നെ ഫ്രീസറിനകത്ത് വെച്ചാൽ 3-4 ദിവസമൊക്കെ എടുക്കാതെ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പച്ചക്കറിയുടെ ട്രേക്കകത്ത് തന്നെ വെക്കണം. വെളിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് വാടിപ്പോകുന്ന പോലെ ആയിപ്പോൾ. ഇതിനകത്ത് വെക്കുവാണെങ്കിൽ കുറേ ദിവസം ഫ്രഷായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുവേ. അതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഈ ക്യാബേജ് പിന്നെ ഉള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഇതുപോലെ റാപ്പറിനകത്ത് റാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു 2-3 ആഴ്ചയൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമേ. ഇതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ വെക്കുകയുള്ളേ. അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ആണെങ്കിലും ഇഞ്ചി കുറേ ഒരു മാസത്തേനുള്ള ഇഞ്ചി ഞാൻ ഒരുമിച്ച് വാങ്ങിക്കുവേ. അതൊക്കെ ഇതുപോലെ തന്നെ വെക്കും. ഇതൊന്നും അഴുക്കാകത്തില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇഞ്ചി ഈ ചൈനയുടെ ഇഞ്ചി ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കൊന്നും ആകത്തില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അടുക്കി എല്ലാം ഇതിനകത്ത് വെക്കുവാണ്. പിന്നെ ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് അഴുക്കാകും. കാരണം മത്തങ്ങയൊക്കെ ഒത്തിരി ദിവസം വെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒത്തിരി ദിവസം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കായി പോവും. പിന്നെ കോളിഫ്ലവർ അങ്ങനെയുള്ളതൊക്കെ കുറേ ദിവസങ്ങൾ എനിക്കിരിക്കും. അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുവേ. പിന്നെ തക്കാളി മാത്രം ഞാൻ അതിനകത്ത് വെക്കത്തില്ല. സാധാരണ മുട്ട വെക്കുന്ന ട്രേയുടെ ഭാഗത്താണ് ഞാൻ ഈ തക്കാളി വെക്കാറുള്ളത്. ഇത് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇത് ഞാൻ ഈ ഞെടുമ്പുള്ളത് പോലെ തന്നെ വെക്കും. ഇല്ലാത്ത അതേപോലെ തന്നെ വെക്കാം. ഈ നമ്മൾ കൊണ്ടിരുന്ന ആ വെള്ളം ഒന്ന് തുടച്ച് കളയണേ. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് മുട്ട വെക്കുന്ന ട്രേയിൽ അതിനകത്ത് വെക്കാം. മറ്റേതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ പച്ചക്കറി ഇടുന്ന ട്രേക്കകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതേ രീതിയിൽ നമുക്ക് ട്രേക്കകത്തോട്ട് ഇത് പെറുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടോ ഞെടുമ്പ് മുകളിലാക്കിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേറെ ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കും, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവേ. അതുപോലെ തന്നെ കറിവേപ്പില ഇത് കണ്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് മനീഷ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. ഇപ്പം തന്നെ ഒരു 10-15 ദിവസമായി കണ്ടോ, ഒരു കുഴപ്പമില്ല. തണ്ടേന്നൊന്നും അടന്ന് വീണെന്ന് മാത്രമേ ഉള്ളൂ. ഞാനതൊന്ന് എടുത്ത് കാണിക്കാനായിട്ട് എടുത്തതാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു കവറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയും കൂടി ഇതൊരു കുഴപ്പമില്ലാതെ ഇതുപോലെ പച്ചയായിട്ട് തന്നെ ഇരിക്കും. 2-3 ആഴ്ച നമുക്ക് യൂസ് ചെയ്യാനുള്ള കറിവേപ്പിലയുണ്ട്. ഇതുപോലെ തന്നെ ഞാനിങ്ങനെ എടുത്ത് വെള്ളമൊന്നും തൊടാതെ വേണം വെക്കാൻ. വെള്ളം തൊട്ട് പോയാൽ ഇത് പെട്ടെന്ന് അവിഞ്ഞ് ചീത്തയായി പോകും. വെള്ളം എത്ര നമുക്കൊട്ടും പറ്റാതെ തന്നെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇതുപോലെ തന്നെ ഇതും നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം. ഇവിടെയൊക്കെ കറിവേപ്പില കിട്ടാൻ പാടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് കുറേശ്ശെ എടുത്താണ് ചിലവാക്കുന്നത്. അപ്പോൾ അതും ഞാനൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുവാണ്. അടുത്തൊരു ടിപ്പാണ് പച്ചമുളക് എങ്ങനെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ്. ഇത് വേണ്ട പച്ചമുളകിൻ്റെ ഞെട്ട് മുഴുവൻ നമ്മൾ കൊണ്ടുവരുമ്പോഴേ ഒരു പാത്രത്തിലിട്ട് ഞെട്ട് മുഴുവൻ മാറ്റി കളയണേ. ഞെട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകുകയൊന്നും ചെയ്യരുത്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് ടിഷ്യൂ പേപ്പർ ഇടണം. അതിന് ശേഷം നമുക്കതിലേക്ക് ഇത് കണ്ടോ മൊത്തം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഏത് പാത്രത്തിലാണെങ്കിലും നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വേറൊരു ടിഷ്യൂ പേപ്പറും കൂടി ഇട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇത് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രം എടുത്തിട്ട് കഴുകി നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകും കുറേ ദിവസം ഇരിക്കും. ഞാൻ ചില പ്രാവശ്യങ്ങളിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഒരു 3 ആഴ്ചയോളമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയങ്ങളിൽ 1 മാസത്തോളം ഞാനിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദിവസം ഇങ്ങനെ പച്ചക്കറികളും ഇതുമൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക ഒരു
ഐശ്വര്യയാണേ. അത് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിച്ചൊക്കെ ഇടാണ്ട്, അരിയൊക്കെ പൊട്ടിച്ച് ഇടാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഗോതമ്പ് പൊടി, മൈദ അങ്ങനെയുള്ളതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വെച്ച് അതിന് ശേഷം ഇവിടെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ തീർന്നതെല്ലാം ഒതുക്കി പെറുക്കിയാൽ തന്നെ അടുക്കളയിലെ പകുതി പണിക്കോ. പിന്നെ ഇവിടുത്തെ വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ പാറ്റയുടെ ഭയങ്കര ശല്യമാണ്. പൊടിപ്പാറ്റയാണ്. നമ്മുടെ അവിടെ നാട്ടിലൊക്കെ കൊതുകാണെങ്കിൽ ഇവിടെ പാറ്റയാണ് ഭയങ്കര ശല്യം. അത് മരുന്നടിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് അടുക്കള അടച്ചിടേണ്ടി വരും. അത് കാരണം മരുന്നടിക്കാതിരിക്കുവാണ്. 2 ദിവസം ഈ ആഴ്ച തന്നെ എങ്ങനെയും മരുന്നടിക്കാനുള്ള പരിപാടി നോക്കണം. പിന്നെ പഴങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചില്ല, പാറ്റ മുഴുവൻ കരണ്ട് നാശമാക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി നമ്മളെ കഴിയും. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. മീൻ ഇറച്ചിയൊക്കെ നമ്മൾ കൂടുതൽ ഇവിടെ ഞാൻ ഓഫറിൻ്റെ സമയത്തൊക്കെ മേടിക്കും. കൂടുതൽ മേടിച്ചുകൊണ്ട് വരുന്ന പല സൈസ് മീനും ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ പല കവറുകളിലാക്കിയാണ് വെക്കാറുള്ളത് സാധാരണയായിട്ട്. അപ്പം വെട്ടി തേച്ച് കഴുകാതെയൊക്കെയാണ് പല കവറുകളിലാക്കി വെക്കും. ചോരമയത്തോടു കൂടി തന്നെ കൊണ്ടുവരുന്ന രീതിയിൽ തന്നെയാണ് പല കവറിലാക്കി വെക്കുന്നത്. എന്നിട്ട് ഓരോ പ്രാവശ്യം കറി വെക്കുമ്പോൾ നമ്മൾ ഓരോ കവറിലെയാണ് എടുത്ത് കറി വെക്കുന്നത്. അങ്ങനെ കറി വെക്കുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ മീൻകറി കൂട്ടാനായിട്ട് പറ്റുമേ. സാധാരണയായിട്ട് എല്ലാവരും വെട്ടി തേച്ച് കഴുകി ഒക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഉണക്കമീൻ്റെ ടേസ്റ്റ് വരും. മസാല പുരട്ടി വെക്കുമ്പോൾ 2-3 ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത്. സാധാരണ ഫ്രഷായിട്ട് മീൻ വറുക്കുന്ന ടേസ്റ്റ് സാധാരണ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ചെയ്യാത്തവരുടെ ഒന്ന് ചെയ്ത് നോക്കണേ, കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ചിലർ പറയും മീനൊക്കെ വെട്ടി തേച്ച് കഴുകി വെള്ളം നിറച്ച് ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ടേസ്റ്റ് കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് കറി വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫ്രഷായിട്ട് കറി കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പൈസയും ലാഭിക്കാം, സമയവും ലാഭിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നാട്ടിലൊക്കെയാണ് രാവിലെ എന്നും മീനൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അവിടെ നാട്ടിലൊന്നും ഇത് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ഈ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും മാളിൽ പോകാനൊക്കെ ഉള്ള സൗകര്യം ഇല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റും. നമ്മളുടെ പൈസ ഓഫറിൻ്റെ സമയത്ത് മേടിക്കുന്നതുകൊണ്ട് പൈസയും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും